Toon Bells. അതെയോ, അപ്പൊ എനിക്കും എന്റെ ഇഷ്ടപ്പെട്ട എല്ലാ പഴങ്ങളും കഴിക്കാമല്ലേ? നീ എന്റെ കൂടെ വന്നാലല്ലേ ഉറപ്പായും അതെല്ലാം നിനക്ക് കിട്ടും. പലതരം പക്ഷികളുള്ള ബാലിയിലെ ഒരു കാട്ടിലെ കഥയാണിത്. അവിടെ ചട്ടോരി എന്ന് പറയുന്ന ഒരു പക്ഷിയും ഉണ്ടായിരുന്നു. ചട്ടോരിക്ക് മാങ്ങകൾ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. ബോണി, എനിക്ക് മാമ്പഴം കഴിക്കാൻ കൊതിയാവുന്നു. ഇവിടെ അടുത്തുള്ള കാടുകളിലെ എല്ലാ മാമ്പഴങ്ങൾ തീർന്നുപോയി. വാ, നമുക്ക് ദൂരെ ഏതെങ്കിലും കാട്ടിൽ പോയി മാമ്പഴമുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ചട്ടോരി, നീ ഇപ്പൊ തന്നെ 10 മാമ്പഴം കഴിച്ചു കഴിഞ്ഞു. ഇനി എത്ര എണ്ണം നീ കഴിക്കും? ഞാനെങ്ങുമില്ല. എന്റെ അമ്മ എങ്ങാനും അറിഞ്ഞാൽ എന്നെ കൊന്നു കളയും. അയ്യേ, ഒന്നും സംഭവിക്കില്ല. നീ എന്റെ കൂടെ വന്നാ മതി. ഞാൻ സംസാരിക്കാം നിന്റെ അമ്മയോട്. പിന്നെ അതുമല്ല, നമ്മൾ ഇരുട്ടാവുമ്പോഴേക്കും തിരിച്ചു വരുമല്ലോ. നമ്മൾ അവിടെ പോയി അടിച്ചു പൊളിക്കും. നിനക്കും നിന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കാലോ. അതെയോ, അപ്പൊ എനിക്കും എന്റെ ഇഷ്ടപ്പെട്ട എല്ലാ പഴങ്ങളും കഴിക്കാമല്ലേ? നീ എന്റെ കൂടെ വന്നാലല്ലേ ഉറപ്പായും അതെല്ലാം നിനക്ക് കിട്ടും. ബോണി അത്യാഗ്രഹം മൂത്ത് അവളുടെ അമ്മയോടൊന്നും പറയാതെ ചട്ടോരിയുടെ കൂടെ പോകുന്നു. അവർ രണ്ടുപേരും അവർക്ക് ഇഷ്ടപ്പെട്ട പഴങ്ങൾ അന്വേഷിച്ച് ഒരുപാട് ദൂരം പോകുന്നു. രാത്രി ആയതൊന്നും അവരറിയുന്നതേയില്ല. ചട്ടോരി, വേഗം വാ. ഇപ്പൊ തന്നെ നേരം വൈകി. നീ കാരണം എനിക്ക് അമ്മയുടെ കയ്യിൽ നല്ല ചീത്ത കേൾക്കും. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാം. ഞാൻ പറഞ്ഞോളാം ഞാൻ വിളിച്ചിട്ടാണ് നീ വന്നതെന്ന്. വാ, എന്നാ വേഗം പോവാ. എന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവിട്. ചട്ടോരി ബോണിയെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ബോണി, ഇത്ര നേരമായിട്ട് നീ എവിടെയായിരുന്നു? നിനക്കറിയാലോ ഞാൻ നിന്നെ രാത്രി പുറത്തു വിടാറില്ലെന്ന്. ചട്ടോരി നോക്കുമ്പോൾ ബോണിയുടെ അമ്മ വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ചട്ടോരി വേഗം അവിടുന്ന് പറന്നു പോകുന്നു. ബോണിക്ക് ചീത്ത കേൾക്കുന്നത് കണ്ട് ചട്ടോരി അവിടെ നിന്ന് വേഗം രക്ഷപ്പെടുന്നു. മമ്മി, എന്നോട് ക്ഷമിക്ക്. ചട്ടോരി പറയുന്നത് കേട്ട് ഞാനതിൽ വീണുപോയി. എനിക്കിഷ്ടപ്പെട്ട പഴങ്ങളും കിട്ടിയില്ല. മോളെ, നിനക്കെന്താ വട്ടായോ? നിനക്കറിയാലോ ചട്ടോരിക്ക് മാമ്പഴം എന്ന് പറഞ്ഞാൽ എത്ര ഇഷ്ടമാണെന്ന്. അതിനുവേണ്ടി മാത്രമാ നിന്നെയും കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ ആരും പറയുന്നത് കേട്ട് അതിലൊന്നും പോയി വീഴരുത്. നിന്നെ അവിടെ ഇട്ടിട്ട് വന്നിരുന്നെങ്കിലോ? ഇന്നു മുതൽ നീ ചട്ടോരിയോട് മിണ്ടരുത്. ആ അമ്മേ, എനിക്ക് ഇന്ന് മനസ്സിലായി. ചട്ടോരിക്ക് മാമ്പഴം മാത്രമേ ചിന്തയുള്ളൂ. അടുത്ത ദിവസം ബോണിയും ചട്ടോരിയുമായിട്ടുള്ള സൗഹൃദം അവിടെ തീരുന്നു. ചട്ടോരി തികച്ചും ഒറ്റപ്പെട്ടു പോകുന്നു. പിന്നെ അവൾ ചിന്തിക്കാൻ തുടങ്ങി, എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും മണ്ടന്മാരാക്കി അവരുടെയൊക്കെ മാമ്പഴങ്ങൾ മോഷ്ടിച്ചാലോ എന്ന്. അതെ, നെറ്റ്കട്ട് കുരങ്ങച്ച, ബോണി നിന്നെ വിളിക്കുന്നുണ്ട്. എന്നോട് നിന്നെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞതാ. ആണോ? എന്നാ ഞാൻ പോയിട്ട് വരാം. നീ എന്റെ വീടൊന്ന് നോക്കണേ. വീടിനകത്ത് മാമ്പഴമുണ്ട്. അത് വല്ല പക്ഷികളും വന്ന് എടുത്തോണ്ട് പോവും. ആ, തീർച്ചയായിട്ടും. ചട്ടോരി നട്ട്കട്ട് കുരങ്ങച്ചന്റെ മുഴുവൻ മാമ്പഴങ്ങളും എടുത്തോണ്ട് പോകുന്നു. അപ്പോഴേക്കും നട്ട്കട്ട് കുരങ്ങച്ചൻ ബോണിയുടെ അടുത്തെത്തുന്നു. ബോണി, നീ എന്നെ വിളിച്ചിരുന്നോ? ചട്ടോരി അങ്ങനെ വന്ന് പറഞ്ഞല്ലോ. ഇല്ല കുരങ്ങച്ച, ഞാൻ വിളിച്ചിട്ടില്ലല്ലോ. പിന്നെ നീ എന്തിനാ നിന്റെ വീട് അങ്ങനെ തുറന്നിട്ട് വന്നത്? അങ്ങനെയല്ല, അവിടെ ചട്ടോരിയുണ്ട്. നിന്റെ വീട്ടിൽ മാമ്പഴം ഒന്നും ഇല്ലല്ലോ അല്ലേ? ആ, ഉണ്ടല്ലോ. നട്ട്കട്ടി കുരങ്ങച്ച, ഇപ്പോ നിന്റെ മാമ്പഴങ്ങളെല്ലാം ചട്ടോരി എടുത്തോണ്ട് പോയിട്ടുണ്ടാവും. അവൾക്ക് വല്ലാത്ത കുബുദ്ധിയാണ്. ഇപ്പോഴാണെങ്കിൽ മോഷ്ടിക്കാനും തുടങ്ങി. അവള് മാമ്പഴത്തിന് വേണ്ടി ഏതറ്റം വരെയും പോവും. അവർ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴേക്കും അവിടുത്തെ മാങ്ങകളെല്ലാം മോഷ്ടിക്കപ്പെട്ടിരുന്നു. ഇതുപോലെ ആ കാട്ടിലുള്ള എല്ലാ പക്ഷികളെയും മൃഗങ്ങളെയും അവൾ പറ്റിച്ച് മാമ്പഴങ്ങൾ മോഷ്ടിച്ചു. അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കാട്ടിലുള്ള എല്ലാ പക്ഷികളും മൃഗങ്ങളും ഒത്തുകൂടുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ടോ ചട്ടോരി തന്നെയാണ് ഈ മാമ്പഴങ്ങളെല്ലാം മോഷ്ടിക്കുന്നതെന്ന്? അതെ അതെ മഹാരാജാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. നട്ട്കട്ടി കുരങ്ങച്ചന്റെയും ബാക്കി എല്ലാവരെയും മണ്ടന്മാരാക്കി അവരുടെ മാമ്പഴങ്ങളൊക്കെ മോഷ്ടിച്ചു. ഇപ്പൊ നിങ്ങളെല്ലാവരും എന്താണ് തീരുമാനിക്കാൻ പോകുന്നത്? ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം അറിയണമെന്നുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. മഹാരാജാവേ, അവളെ ഈ കാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കണം.
ഇല്ല ഇല്ല, അത് പറ്റില്ല. കാരണം ഇത് അവളുടെയും കൂടെ വീടാണ്. നമുക്ക് ഒരിക്കലും ഒരാളുടെ വീട് തട്ടിത്തെറിപ്പിക്കാൻ പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അവളോട് ആരും ഇനി മിണ്ടരുത്. അതുപോലെ തന്നെ ഒരു പരിപാടിക്കും അവളെ ക്ഷണിക്കാനും പാടില്ല. നോക്കാം അവൾക്ക് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന്. ആ മഹാരാജാവേ, അത് ശരിയാവും. എല്ലാവരും രാജാവ് പറഞ്ഞതനുസരിച്ചു. ആരും തന്നെ ചട്ടോരിയോട് സംസാരിക്കാനും വന്നില്ല, ഒരു പരിപാടിക്കും ക്ഷണിച്ചുമില്ല. അവളെല്ലാം മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. അവൾ വിഷമിക്കാൻ തുടങ്ങി. എന്നോട് ഇനി ആരും മിണ്ടില്ലെന്നാ തോന്നുന്നത്. എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു തെറ്റാ സംഭവിച്ചിരിക്കുന്ന. ഇനി ആകെയുള്ള വഴി മഹാരാജാവിനോട് പോയി പറയുന്നതാ. അദ്ദേഹത്തിനെ വല്ലതും ശരിയാക്കാൻ പറ്റുള്ളൂ. ചട്ടോരി മഹാരാജാവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. മഹാരാജാവേ, എനിക്ക് മാപ്പ് തരണം. എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. ഈ കാട്ടിൽ ആരും തന്നെ എന്നോട് ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല. ആരും ഒരു കാര്യത്തിനും എന്നെ ക്ഷണിക്കുന്നുമില്ല. ഞാൻ ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല. ഞാൻ മാമ്പഴം കഴിക്കുന്നത് പോലും നിർത്തുക. അതൊന്നും വേണ്ട. ആരും തന്നെ നിന്റെ മാമ്പഴം കഴിക്കുന്ന ശീലം കൊണ്ടല്ല ബുദ്ധിമുട്ടിയിരിക്കുന്നത്, നിന്റെ മോഷണം കാരണമാണ്. ഇപ്പൊ നിനക്ക് നിന്റെ തെറ്റ് തിരിച്ചറിഞ്ഞു എന്ന് ഞാൻ ഇനി എല്ലാവരോടും പറഞ്ഞേക്കാം. മഹാരാജാവ് എല്ലാവരെയും വിളിച്ചുകൂട്ടി ചട്ടോരിയുടെ കാര്യങ്ങൾ പറയുന്നു. എല്ലാവരും ചട്ടോരിയോട് ക്ഷമിക്കുന്നു. അതിനുശേഷം എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ അവിടെ കഴിയുന്നു.